ശ്രീ എം ജയേന്ദ്രൻ, എന്തുകൊണ്ടാണ് ഈ ഉപനേതൃ പദവിയിൽ CPM കടുംപിടുത്തം തുടരുന്നത്? ഒരു വലിയ പദവിയൊന്നുമല്ലല്ലോ എന്നാണ് ശ്രീ ജയേന്ദ്രൻ, ഇത് ഒരു വലിയ പദവിയൊന്നുമല്ലല്ലോ എന്നാണ് ഇന്ന് ഡി രാജയും ഓർമ്മിപ്പിച്ചത്. അത് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഭരണഘടനാ പദവിയല്ല നമുക്കറിയാം. ഒരു മുറി കൊടുക്കുന്നുണ്ട്, ആ മുറി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന രൂപത്തിലുള്ള പരിഹാസം ഒരു വശത്ത് നടക്കുകയാണ്. അപ്പോൾ അത്ര വലിയ ഒരു സ്ഥാനമല്ലാത്ത സ്ഥിതിക്ക് അത് കൊടുക്കുന്നതിൽ എന്താണ് അത് വേണ്ട എന്ന ഉറച്ച തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇക്കാര്യത്തിൽ പ്രിയ സുഹൃത്ത് ശ്രീ ദാമോദർ പ്രസാദ് വളരെ നന്നായി തന്നെ കാര്യങ്ങൾ ഇവിടെ അനലൈസ് ചെയ്ത് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹം നിർത്തിയിടത്തുനിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഈ പ്രശ്നം വാസ്തവത്തിൽ ഇതൊരു പദവിയുടെ പ്രശ്നമാണോ? ഒരു പദവി കിട്ടുന്നതിൻ്റെയോ കിട്ടാത്തതിൻ്റെയോ പ്രശ്നമായിട്ട് ഇതിനെ ലഘൂകരിച്ചാൽ നമുക്ക് ആ പ്രശ്നം നിർദ്ധാരണം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ഒരു കാരണവശാലും ഒരു പദവി ലഭിക്കുന്നതിൻ്റെയോ ലഭിക്കാത്തതിൻ്റെയോ പ്രശ്നമേ അല്ല. ഇത് അടിസ്ഥാനപരമായ കാതലായ വിഷയം എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ഇലക്ഷൻ പവർ റീബാലൻസിങ് എന്നാണ് അതിന് പറയേണ്ടത്. പോസ്റ്റ് ഇലക്ഷൻ പവർ റീബാലൻസിങ്ങിന്റെ പ്രശ്നം മാത്രമാണ് അവിടെ മുഴച്ചു നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? 2026 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ CPI ഒരു സ്റ്റാൻഡ് എടുത്തു. അത് രഹസ്യമായിട്ടൊന്നുമല്ല എടുത്തത്. LDFന് പഴയ രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഘടകകക്ഷികൾക്ക്, ഘടക പാർട്ടികൾക്ക്, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടീസിന് കൂടുതൽ സ്പേസ് LDFൽ കിട്ടണം എന്നുള്ളതാണ് അവരുടെ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ പ്രശ്നം ഉന്നയിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അതിനെ അങ്ങനെ കാണാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിന്റെ വഴികളിലേക്ക്, എന്താണ് യഥാർത്ഥ കാരണം എന്നതിലേക്ക് പോകാൻ തന്നെ കഴിയൂ. അതിനു പകരം ഇത് പിണറായി വിജയന്റെ ധാർഷ്ട്യം, ബിനോയ് വിശ്വം അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നുള്ള നിലയിലേക്ക് പോയിട്ടൊരു കാര്യവുമില്ല. ഇത് ഇങ്ങനെ റീസ്ട്രക്ചറിങ് നടക്കുന്നു LDFന്റെ അകത്ത് എന്നുള്ളത് CPIMന് കൃത്യമായി ബോധ്യപ്പെടുമ്പോഴാണ് അവരതിൽ പൊസിഷൻ എടുക്കുന്നത്. മറ്റവർക്ക് ഈ പറഞ്ഞതുപോലെ പവർ റീബാലൻസിങ് ആണ് പ്രശ്നം. ഇവർക്ക് റീസ്ട്രക്ചറിങ്ങിന് വേണ്ടി CPI ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് CPIMന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ആ കൺവെൻഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് CPI അനുവദിച്ചാൽ അത് ഭാവിയിൽ CPIMന് ഇന്നുള്ള ആ ഒരു ഹെഗമണി ഉണ്ടല്ലോ LDFലുള്ളത്, അതിന് വല്ലാതെ കോട്ടം തട്ടും എന്ന് തന്നെയാണ് അവർ ധരിക്കുന്നത്. അത് തെറ്റാണോ ശരിയാണോ ഉള്ള വേറൊരു കാര്യം, അത് നമ്മളുടെ ലെവലിൽ തീരുമാനിക്കാൻ കഴിയുന്ന, രാഷ്ട്രീയ കക്ഷികളുടെ ലെവലിൽ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ പ്രശ്നം അതാണ്, കാതലായ പ്രശ്നം അതാണ്. അവിടുന്നാണ് അവർ തീരുമാനിക്കുന്നത്, അതിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ആ നിലപാടിൽ CPIM ഉറച്ചു നിൽക്കുന്നു. അത് പിണറായി വിജയന്റെ ധാർഷ്ട്യമായിട്ട് കാണുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അവർക്കങ്ങനെ ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ അതിൻ്റെ അകത്ത് അവരെ തിരുത്താനൊന്നും ഞാൻ പോകുന്നുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ബേസിക് ഇഷ്യൂ അതല്ല എന്നറിയുന്ന കാലത്തോളം ഞാനായിട്ട് എന്തിനാണ് തിരുത്താൻ പോകുന്നത്? ഞാൻ തിരുത്താൻ പോവുകയുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോവുക? അത് പുതിയ പവർ ഷെയറിംഗ് ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ ഡെപ്യൂട്ടി LOP കൊടുത്തിട്ടല്ല അത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPIMനെ സംബന്ധിച്ചോളം കൂടുതൽ സ്പേസ് ആണ് CPIക്ക്, CPIMനല്ല CPIക്ക്. CPI സംബന്ധിച്ചോളം LDFൽ കൂടുതൽ സ്പേസ് ആവശ്യമാണ്. പഴയ പോലെ കോൺസ്റ്റിറ്റ്യൂവൻസ് എല്ലാം CPIM പറയുന്നത് കേട്ടു നിൽക്കുന്ന ആൾക്കാരായിട്ട് മാത്രം മുമ്പോട്ട് പോകാൻ ഇനി കഴിയില്ല. വേണമെങ്കിൽ അത് നഞ്ഞിടം കുഴിക്കുകയാണെന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാം. അതിൽ തെറ്റൊന്നുമില്ല. പൊളിറ്റിക്കൽ പാർട്ടീസ് ആകുമ്പോഴത്തേക്ക് അത്തരം നിലപാടുകൾ കാലാകാലങ്ങൾ എടുക്കേണ്ടി വരുന്ന തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നതേ ഇല്ല കേട്ടോ. അങ്ങനെ കരുതിക്കൊണ്ടല്ല ഈ പറയുന്നതും. CPI എടുത്ത നിലപാടിൽ ഒരു തെറ്റുമില്ലെന്ന് മാത്രമല്ല, അതാണ് പ്രായോഗികമായ ശരി അവർക്ക്. ആ പ്രായോഗികമായിട്ടത് CPIMനെ സംബന്ധിച്ചോളം തെറ്റുമാണ്. പക്ഷേ അങ്ങനെയല്ല, അത് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇനി. അത് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു രണ്ട് പാർട്ടികളും. ഈ ഡെപ്യൂട്ടി LOP പദവി എന്നുള്ളത് മാത്രമല്ല പ്രശ്നം ഇവിടെ വരുന്നത്. അവിടുത്തെ കാതലായ ഇഷ്യൂ ഞാനീ പറഞ്ഞതുപോലെ LDFൽ കൂടുതൽ പവർ ഷെയറിംഗ് ഉണ്ടാവണം. അതിപ്പോൾ നിയമസഭയിൽ എങ്ങനെയാണ് പവർ ഷെയർ ചെയ്യാൻ പറ്റുന്നത്? ഡെപ്യൂട്ടി LOP കൊടുക്കാൻ കഴിയില്ല, ഓക്കെ, അത് നമുക്ക് മനസ്സിലാവാം, അവരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പിന്നെന്താണ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ്. അത് ഓപ്ഷൻസ് ഉണ്ടെന്നേ അവിടെ ഫ്ലോർ മാനേജ്മെന്റിന് CPIക്ക് ഇപ്പോൾ അവർ K രാജനെയാണ് ആ ചുമതല ഡെപ്യൂട്ടി LOP കിട്ടിയാൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഫ്ലോർ മാനേജ്മെന്റിന് കൂടുതൽ അദ്ദേഹത്തിന് സ്പേസ് കൊടുക്കാൻ CPM തീരുമാനിക്കാൻ ഇടയുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നാളെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. പലരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ നമ്മളുടെ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ സാധ്യത ഉണ്ട്, വളരെ ശക്തിയായിട്ട് തന്നെ ആ സാധ്യതയുണ്ട്. കാര്യം അവർക്ക് കൂടുതൽ സ്പേസ് ആണ് ആവശ്യം. LDFൽ കൂടുതൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻസ് വേണം.
സ്പേസ് വേണം. ഒരുപക്ഷെ അതിനൊക്കെ അങ്ങ് പറയുന്നത് പോലെ ഒന്ന് വഴങ്ങി കൊടുത്തേനെ CPI. ഇങ്ങനെ ഉറച്ച പിണറായി വിജയൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത് എഴുതി കൊടുക്കുന്നത് ഞാനാണ്, എഴുതി കൊടുക്കുന്നത് CPM പ്രതിനിധി അതിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് CPI എങ്ങനെ പിന്നാക്കം പോകും? അല്ല, അങ്ങനെ നമ്മളങ്ങനെ കാണിക്കുക. നമ്മളിവിടെ നമ്മൾ സാധാരണ ഒരു വാർത്ത എടുത്ത് ചർച്ച ചെയ്യല്ലോ സ്മൃതി ചെയ്യുന്നത്. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? ഒബ്സർവേഴ്സായിട്ടാണല്ലോ ഞങ്ങളിരിക്കുന്നത്. സ്മൃതി ആങ്കർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുകയും ആങ്കറിങ് നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ കേവലം ഒരു വാർത്തയെ അതിൻ്റെ പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ലോ ചെയ്യുന്നത്. കോർ ഇഷ്യൂസിൽ പോകാൻ കഴിഞ്ഞാലാണ് ആ ഡിബേറ്റായി മാറുന്നത്. ഇത് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമൊന്നുമല്ല. അത് പിണറായി വിജയനും അറിയാം, MV ഗോവിന്ദനും അറിയാം, ബിനോയ് വിശ്വത്തിനും അറിയാം, D രാജയ്ക്കും അറിയാം, MA ബേബിക്കും അറിയാം. അവരതങ്ങനെ പരിഹരിക്കുകയും ചെയ്യും. അതിലൊന്നും ഒരു തർക്കവുമില്ല. അല്ല, ഇതുകൊണ്ട് CPI ഇങ്ങനെ ബലം പിടിക്കുമെന്നോ, CPIM അതുകൊണ്ട് കൂടുതൽ ബലം പിടിച്ചു വരുമെന്നോ, LDF ശിഥിലമായി പോകുമെന്നോ അങ്ങനെ ഒരു കാലത്തും കരുതേണ്ട കാര്യമില്ല. കാരണം പട്ടിന കോൺഗ്രസിൽ 1978 ഫെബ്രുവരിയിൽ പട്ടിന കോൺഗ്രസിൽ നിന്ന് എങ്ങനെയാണ് CPI പുറത്തു വന്നത്? രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്നവർ അത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തതാണ്. കോൺഗ്രസ് എന്ന കേന്ദ്ര ഭരണകക്ഷിയെ വളരെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് അവരവിടുന്ന് വഴി പിരിഞ്ഞു പോകുന്നത്. അത് കൃത്യമായി 100% പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടിലാണ് CPI എന്ന് പിരിഞ്ഞു പോരുന്നത്. ഇപ്പൊ ഈ പൊളിറ്റിക്കൽ ഡിവൈഡ് അല്ല ഇവിടെ ഉള്ളത്. അങ്ങനെ ഡിവിഷനും ഇവിടെ ഇല്ല. അതാണ് പ്രത്യേകത. ഇവിടെ ഉള്ളത് ഐഡിയോളജിക്കൽ വാർഫെയർ ഒന്നും അല്ല. ഇവിടെയുള്ളത് ഞാൻ ഈ പറഞ്ഞില്ലേ, മുകളിലുള്ള ചില പ്രശ്നങ്ങൾ മാത്രമാണ്. അത് പരിഹരിക്കാനും കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട ED കേസ് അന്വേഷണത്തിൽ കച്ചവടം വേറെ രാഷ്ട്രീയം വേറെ എന്ന് ബിനോയ് വിശ്വം പറയുന്നതിലും ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ടല്ലോ. അത് ഏറ്റുപിടിക്കാൻ, അതിന് പിന്തുണ നൽകാൻ ഞങ്ങളില്ല, അത് പിണറായി വിജയന്റെ മകൾ തന്നെ നേരിടേണ്ട കേസാണ് എന്ന രൂപത്തിൽ കൂടി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അങ്ങിപ്പോൾ പറഞ്ഞു വന്ന ഈ കോൺഗ്രസുമായുള്ള സഹകരണം അവസാനിപ്പിച്ച് ഇറങ്ങി വന്നവർ, അതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ശ്രീ TK വിനോദിനോട് ചോദിക്കാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വരാം. ഈ അച്യുതമേനോൻ ഭരണകാലത്തെക്കുറിച്ചുള്ള സെമിനാറുകൾ ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണോ എന്ന് കൂടി എനിക്ക് അറിയേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.